ഗൈസ്, ഇന്ന് എൻ്റെ വണ്ടി ഞാൻ സർവീസ് ചെയ്യാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. ഗൈസ്, ഏത് ഷോറൂമാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഡേറ്റ് കണ്ടായിരുന്നല്ലോ, 20/5/2025. ഇന്നാണ് ഞാൻ വണ്ടി സർവീസിന് കൊടുത്തത്. വണ്ടി സർവീസിന് കൊടുത്തപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കാഴ്ചയിൽ അത്യാവശ്യം വൃത്തിയുള്ള പോലെ തോന്നുന്നു. ഗൈസ്, ഫസ്റ്റ് ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലുള്ള ചെളിയൊന്നും അധികം അങ്ങനെ പോയിട്ടില്ല. സസ്പെൻഷൻ്റെ ആ സൈഡിൽ നിന്ന് വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. സസ്പെൻഷൻ്റെ അവിടെ നിന്ന് ഉള്ള ചെളി കറക്റ്റായിട്ട് പോയിട്ടില്ല. എന്ന് പറയുമ്പോൾ ബൈക്കിൻ്റെ അടിയിൽ, വാഹനത്തിൻ്റെ അടിയിലും അതേ അവസ്ഥയാണ്. ചെളി അതുപോലെ ഒന്നും പോയിട്ടില്ല. എല്ലാം അതുപോലെ ഇരിക്കുകയാണ്. സീറ്റിലുള്ള അഴുക്കും അതുപോലെ ഇരിക്കുകയാണ്. ഗൈസ്, അമ്മമാർ വേഷ തേച്ച് തന്നെ. ഞാൻ 1-2 സർവീസിനൊക്കെ അവിടെ കൊടുത്തിരുന്നു, പക്ഷേ വേറെ കുഴപ്പമില്ല. ഇപ്പോഴും കൊടുത്തപ്പോഴാണ് ഇത്രയും വലിയൊരു പണി കിട്ടിയത്. കണ്ടോ ഗൈസ്, ആ ചെടി പോലും അവന്മാർ സത്യം പറഞ്ഞാൽ നേരെ വണ്ടി കഴുകിയിട്ടില്ല. അതാണ് സത്യം. ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, അത്യാവശ്യമല്ല, കാര്യമായിട്ട് എൻ്റെ ബൈക്കിന് അഴുക്കുണ്ട്. അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല സർവീസ്. ഡിസ്കിൻ്റെ ഇടയിൽ അതിലിടവും ആ ഒരു ചെളി, അവർക്ക് പ്രഷർ വാഷറിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇതിനെ ഇളകിപ്പോകാനുള്ളതാണ്. അവരത് ചെയ്തിട്ടില്ല. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തുള്ള പൊടി, പിന്നെ വൈസറിൻ്റെ താഴെയുള്ള ആ ഒരു ഭാഗത്തും കണ്ടോ ഗൈസ്, സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. ആ ഒരു കാക്ക എനിക്ക് പണിയെന്ന് അതുപോലും അവന്മാർ നേരെ കഴുകി കളഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാൻ, ഇത് ഞാൻ തന്നെ കഴുകേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല ഗൈസ്, എന്നാലും അവന്മാർ എനിക്ക് പണി തന്നു. കണ്ടോ, സസ്പെൻഷൻ്റെ ഇടയിലുള്ള ചെളി അതുപോലെ ഇരിക്കുന്നു. ഇതറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴുകുമായിരുന്നു. കണ്ടോ ഗൈസ്, മഡ്ഗാർഡിനെ കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ഉണ്ട്, ബാക്കിയെല്ലാം അതുപോലെ ഇരിക്കുന്നു. അവന്മാർ സർവീസ് ചെയ്തില്ല, വേറെ എന്തോ ചെയ്തു വണ്ടി. പിന്നെ കണ്ടോ, ഓയിൽ അടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അവന്മാർ ഓയിൽ അടിച്ച്. എന്ത് ചെയ്യാൻ ഗൈസ്, ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയ മുട്ടൻ പണി. പൈസ പോയത് മിച്ചം.